കുറച്ച് അടുത്ത് പോയില്ലേ? ഹലോ, ഇതിനൊരു റിവെഞ്ച് എടുത്തേ പറ്റുള്ളൂ എനിക്ക്. ഇവന്മാരെ കൊണ്ട് ഏട്ടത്തി അമ്മയെന്ന് വിളിപ്പിക്കാം. അപ്പുക്കുട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? ഞാൻ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാം. എന്റെ മറക്കാരും മരുന്നുണ്ട് തരട്ടെ. എന്താ പരാതി എന്തായിരുന്നു? ദർശനം പറയൂ. അത് ഇച്ചിരി വലിയൊരു കഥയാണ്. സമയമുണ്ടോ? വാ, പിന്നെ സമയമില്ലാതിരിക്കോ? ആ വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. വരും. ഇവിടെ മുഴുവൻ എനിക്ക് പുല്ലാണ് കാണുന്നത്. ഹലോ, എനിക്കും പുല്ലാണ്. ആണോ? പുല്ലിലായിരിക്കണേ അല്ലേ? വന്ന് ഫ്രണ്ടിലോട്ടിരിക്കാം. വാ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാ, ഇവിടെ അടുത്ത് പോയില്ലേ? എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. പക്ഷേ ഇവരെല്ലാരും എന്നെ മത്തി വിളിക്കും. എനിക്കത് ഭയങ്കര വിഷമാണ്. എല്ലാരും എന്താ വിളിക്കുന്നേ? മത്തിന്ന്. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? അല്ല, അസുഖം കേക്കണം. എന്റെ അച്ഛന് ഏലക്കച്ചവടമാണ്. ഏലക്കച്ചവടം കുറച്ച് പൈസ വന്നപ്പോഴത്തെ ഏലക്കച്ചവടം അങ്ങക്ക്. എടാ, എന്ത് വിറ്റിട്ടായാലും പൈസ ഉണ്ടാക്കുന്നതല്ലേ അൾട്ടിമേറ്റ്. ഇവള് ഈ 6 മണിയാകുമ്പോ അണ്ണാ വല വീശാൻ പോകും. എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടോ ഏലക്ക കച്ചവടം കേൾക്കുമ്പോ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഇവിടെയാണ് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം. അതിനിപ്പോ എന്താ? ഏത് പണിക്ക് പോയാലും എന്താ അന്തസ്സായിട്ട് പണിയെടുത്തല്ലേ ജീവിക്കുന്നത്? കട്ടുമോടിച്ചിട്ട് തോന്നില്ലല്ലോ. പറഞ്ഞ ദർശന, ഇവരൊക്കെ നിനക്കൊക്കെ പെണ്ണുങ്ങളുള്ളതല്ലേ? എവിടെയും പൊക്കൂടെ അതിനെയൊക്കെ കൊണ്ട്? ഞാൻ സിംഗിളാണ്. പ്രൈവസിയിൽ സംസാരിക്കാൻ സമ്മതിക്കൂല. സിറ്റി കത്തി. ഹലോ, ഇല്ലല്ലോ. ഹലോ, ഹലോ, കേക്കുന്നുണ്ടോ? കേക്കാം. ഹലോ, പെണ്ണ് സെറ്റായപ്പോ കത്തി. ഹലോ, ഹലോ, എനിക്ക് കേക്കാം. ഹലോ, ഹലോ, എനിക്ക് കേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേക്കാവോ? കത്തി. ആ, കേക്കാം. ഹലോ, 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 എനിക്ക് കേക്കാം. കേക്കുന്നുണ്ടോ? ഇല്ലേ, എനിക്ക് കേക്കാം. പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറിയാലോ? കൂടുതൽ ബെറ്റർ. അതല്ലടാ, ഇവിടെ പണി നടക്കുവാടാ. ഇവിടെ ഓൾറെഡി അവര് പറഞ്ഞായിരുന്നു ഈ വീക്ക് ഇതായിരിക്കും. അല്ല, കുമ്പസരിക്കണ്ട. ഞാൻ പാപം ചെയ്തിട്ടുണ്ടല്ലോ, കുമ്പസരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാ, വാ ഇങ്ങോട്ട്. സൗണ്ടാ ബാക്ക്ഗ്രൗണ്ട് ലൈവ് പ്ലേ ആവുന്നുണ്ടോ? എനിക്ക് ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ ഗെയിം ക്യാപ്ചർ ആക്കിക്കോട്ടെ. ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട്. കേക്കാവോ? ഹലോ, കേക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, സത്യത്തിൽ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ നമ്മൾ ഈ പിരമിഡിലൊക്കെ വെക്കുന്ന മമ്മി അറിയോ? പിന്നെ അറിയാം. അപ്പൊ ഇച്ചിരി മാനുഷിക ശക്തിയൊക്കെ ഉള്ള ഒരാളാണ്. മമ്മിയാണോ കൊച്ചിന്റെ യഥാർത്ഥ മമ്മി? മമ്മിയല്ല, ഡാഡി മമ്മിയാണെന്നോ? ആ, അങ്ങനെയല്ല, ചിരിക്കരുത്. അപ്പൊ ശരിക്കും അച്ഛനെ മമ്മി എന്നാണോ വിളിക്കണേ? അല്ല, ഡാഡി. ഇത് ഇതെന്താ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദം കേൾക്കുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കും കേൾക്കുന്നില്ല. അത് അവിടെ വിളിച്ചിറങ്ങുന്നതിന്റെ ആണോ? നമുക്കെന്നാ ഇങ്ങോട്ട് നിൽക്കാം. വരും. SMG മോബി അല്ലേ നിൽക്കുന്നത്? സത്യം മയില് കണ്ടിട്ട് എനിക്കൂടെ ക്രിഞ്ചടിക്കണ്. ഓക്കെ.
അപ്പൊ എന്നോട് എനിക്ക് പക്ഷെ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ അച്ഛൻ അമ്മയില്ലാത്ത പോലെയാണ് ഞാൻ വളർന്നത്, ഒറ്റയ്ക്ക്. പക്ഷെ ശരിക്കും രണ്ട് മമ്മി ഇല്ലേ? ഇല്ല, മമ്മി ആയിട്ടൊരു മമ്മിയുണ്ട്, പിന്നെ അച്ഛനും മമ്മിയല്ലേ, പിന്നെ എങ്ങനെ അനാഥയാവും? അപ്പൊ എന്നെയൊക്കെ എന്തിനു പറയണം? 2x അനാഥ എന്താ? അങ്ങനെയല്ല, ഞാൻ വളർന്നത് അച്ഛനാണ് അമ്മ ആരാണെന്ന് പോലും അറിഞ്ഞൂടാ. അല്ല, എന്നാലും ഞാൻ അനാഥാലയത്തിലല്ലേ വളർന്നത്. ഓ ആണല്ലേ? അപ്പൊ ഈ അമാനുഷിക ശക്തിയുള്ള മമ്മി കുട്ടിയെ നോക്കിയിട്ടൊന്നുമില്ല? ഇല്ല ഇല്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമത്തില് എന്നോട് നിന്റെ അച്ഛനാരാ എന്ന് ചോദിച്ചപ്പോ ഞാൻ പുറത്തേ പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് ശിവൻ എന്നാണ്, അച്ഛന്റെ ജോലി ഏലക്കച്ചവടാന്ന് പറഞ്ഞു പോയി. അറിയാതെ പറഞ്ഞതല്ലേ? അറിയാതെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ മറ്റുള്ളവരോട് ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നിനക്ക് തന്ത ഉണ്ടോടി എന്നുള്ള ചോദ്യം കേട്ട് മടുത്ത് അവസാനം ഞാൻ പറഞ്ഞതാണ്. ആ വിഷമം എനിക്ക് മനസ്സിലാവും ദർശന. എന്നോട് തന്നെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് ഇപ്പോഴും അതിനൊരു കള്ളം പറയാൻ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറ്റിപ്പോയി, ആർക്കാണ്ടൊരു അബദ്ധമൊക്കെ പറ്റുമല്ലോ. ഓ അതെ, പക്ഷേ അതെടുക്കണം കേട്ടോ, എന്റെ ചെവി കിടന്ന ഒരു കമ്മലാണേ. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ആളുടെ അച്ഛന്റെ പേര് പറഞ്ഞ് ഞാൻ കളിയാക്കിയപ്പം അവൻ എന്നോട് പറഞ്ഞു നിന്റെ അച്ഛൻ ഏലക്കച്ചവടമല്ല, നിന്റെ അച്ഛന് മത്തിക്കച്ചവടാ, നീ മത്തിയുടെ മോളാന്നും പറഞ്ഞ് അവൻ തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പൊ ദേ ഇവര് അടക്കം എല്ലാരും എന്നെ മത്തി എന്ന് വിളിക്കുന്നു. ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരുമോ? ഇപ്പൊ പരിഹാരം എന്ന് പറഞ്ഞാ എല്ലാവരുടെയും മുമ്പിൽ പോയി സമ്മതിക്കേണ്ടി വരും എനിക്ക് തന്തയില്ല, അതല്ലാതെ വേറെ ഒന്നും എന്റെ മനസ്സിൽ വരുന്നില്ല. കാരണം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാ, ഇല്ലെന്ന് പറയണതായിരിക്കും നല്ലത്. അതുകൊണ്ടല്ലേ ഞാനൊരു ഇമാജിനറി പേര് പോലും പറയാത്തത്. ഇത് ശരിക്കും ദർശനയുടെ മിസ്റ്റേക്കാ. ഇല്ലാത്തതുണ്ടെന്ന് പറയണത് തെറ്റാണ് കുട്ടി. ഞാൻ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. ഇനി അപ്പൊ ആര് ചോദിച്ചാലും എനിക്ക് തന്തയില്ലെന്നേ പറയാവൂ. സീരിയസ് ആണോ ഞാൻ പറഞ്ഞ സംസാരിക്കണേ? അപ്പൊ വേറെ പ്രശ്നമാണ്, നാളെ മുതൽ തന്തയില്ലാത്തോളെ എന്ന് വിളിക്കൂലേ? അങ്ങനെ വിളിക്കൂലാരും. ആര് വിളിക്കാൻ? അപ്പഴേ എടുത്ത് വെടിവെക്കൂലേ നമ്മള്? സിറ്റിസൺ ആണോ കുട്ടി? ഞാൻ സിറ്റിസൺ. എനിക്ക് കണ്ണില്ലല്ലോ. ഒരു മിനിറ്റ്. ഇത് ഇപ്പൊ തന്നെ ദർശന ഞാൻ വിഷമം വരുന്നില്ല. ഇത് കണ്ടോ, ചാമ്പ്യൻ ആണ് സിറ്റിയിലെ, പക്ഷെ ഇവര് തന്തയില്ല. അത് പറഞ്ഞ ആരും കളിയാക്കൂല. അല്ല ചന്ദ്ര, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കുട്ടി തന്തയില്ലാത്തതിന്റെ വിഷമം പറയുവാണ് എന്റെ അടുത്ത്. അത് പറഞ്ഞപ്പോ ഞാൻ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ. ചന്ദ്ര ഇപ്പൊ കണ്ട ചാമ്പ്യനായി. ആരെങ്കിലും ചന്ദ്രന്റെ അച്ഛന്റെ കാര്യം ചോദിക്കുന്നു? ഇല്ല, ചോദിക്കുന്നില്ല, ചോദിക്കില്ല, ഇടിക്കും. കണ്ടോ, ചാമ്പ്യനായി. നമ്മളുടെ അച്ചീവ്മെന്റ്സും തന്തയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അണ്ടിൽ നമുക്ക് തന്തയില്ലാത്തിടത്തോളം കാലം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്റെ അച്ഛനാണ് എന്നെ മോൾഡ് ചെയ്തെടുത്തത്. അപ്പൊ ഇന്ന് അതിന് ഞാൻ ഇടിക്കാൻ വന്നാണോ നീ എന്നെ പരിപാടി എങ്ങനെയാലും റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോ സിറ്റി മൊത്തം ഇളകി അവിടെ വരും. ശരി, താങ്ക് യു. ഓ സുഖം. പേരെന്താ? ഡീൻ. ഹെൽമെറ്റ് ഒന്ന് ഒരുക്കിയടാ. ഹെൽമെറ്റ് പറ. നീ ആ 10 വട്ടം ചത്രേറ്റ് വന്ന് ഇടിയോണ്ടവനല്ലേ? മൂക്കൊക്കെ പഴുത്തിരിക്കുന്നുണ്ട്. അല്ലേടി ഉണ്ട് കേട്ടാ. ഇവനെ ഞാൻ തന്നെ ഒരു 5 വട്ടം കൊന്ന്. മൂക്കില്ല, അവന്റെ മൂക്ക് നോക്കിയ അവസരം ബൾബ് പോലെ ഇരിക്കണം അവന്റെ മൂക്കം തെറ്റി. അപ്പുകുട്ടന്റെ ഗേൾ ഫ്രണ്ട് ആണ്. എടാ ഇത് അപ്പുകുട്ടന്റെ ഗേൾ ഫ്രണ്ട് ആണോ ശരിക്കും? ആ പറയടാ. Nice to meet you. Nice to meet you. എന്റെ ഒരു ഇല്യാസ് മോനാണ്. Okay, Ilyas. Okay.
എന്റെ ബർത്ത്ഡേ ആയിരുന്നു വിശ്വരു അണ്ണ. ഓ ബിബിന് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഓ താങ്ക് യു സോ മച്ച് അണ്ണ. ഓക്കെ 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 ഓക്കെ. ഹലോ വാസണ്ണ. എടാ വാസു ഹലോ വാസണ്ണ. ഹലോ നിന്നെ ഇന്നലെ കക്ക പഠിപ്പിക്കാൻ കൊണ്ടുപോയേ. ചന്ദ്ര മാന്യോട് സംസാരിക്കണേ. ആ നമ്മൾ എവക്ക് മറ്റവക്കോട് ഓഹോ എടുത്ത് വെച്ചേക്കണോ? ഇതിനൊരു റിവെഞ്ച് എടുത്തേ പറ്റുള്ളൂ എനിക്ക്. ഇവന്മാരെ കൊണ്ട് ഏട്ടത്തിയമ്മയെന്ന് വിളിപ്പിക്കാം. അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. ആ പറയടാ. എന്നാ ശ്രമിക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, അപ്പുക്കുട്ടനെ ഇഷ്ടമാട്ടാ. ശരിക്കും ശരിക്കും അവൾ അപ്പുക്കുട്ടനെ പറയാടക്ക. പക്ഷെ അപ്പുക്കുട്ടൻ മോന്തയ്ക്ക് നോക്കി തുപ്പിയണ്ണ. അപ്പുക്കുട്ടൻ മോന്തയ്ക്ക് നോക്കി തുപ്പിയോ? ആ അതെ, അപ്പുക്കുട്ടന് വേണ്ട. വേണ്ട അപ്പുക്കുട്ടനെ വേണ്ട. പക്ഷെ ഇവക്ക് അപ്പുക്കുട്ടനെ മതി. അതെ അതെ, ഇവക്ക് അപ്പുക്കുട്ടനെ മതി. പക്ഷെ ലൈനിൽ ക്ലിയർ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ വീണവരും കണ്ണന്റെ ട്രൈയിൽ ആരാ വെക്കാത്ത. എടാ മോബി, ഈ ഊമ്പല ഉപദേശം ഉണ്ടല്ലോ, നീ ഒരുമിച്ച് എന്റെ അടുത്തോട്ട് കൊണ്ടുവരല്ലേ? ഇല്ലടാ, ഇത് ഞാൻ സെറ്റ് ചെയ്ത ഞാൻ അപ്പുക്കുട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത് ശരിയല്ലേ? അല്ല അപ്പുക്കുട്ടനെ വേണ്ടാന്ന് പറഞ്ഞില്ല. അപ്പം അപ്പുക്കുട്ടന്റെ മാത്രം കുഴപ്പമില്ലല്ലോ. എടാ അപ്പുക്കുട്ടന്റെ ഏട്ടത്തിയമ്മയായിട്ട് വരുന്ന ഒരാളല്ലേ? ചറക്കി വിടും കേട്ടാ. അപ്പുക്കുട്ടന്റെ ഏട്ടത്തിയമ്മയായിട്ട് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എനിക്ക് ദർശനക്ക് ഒരു പേഴ്സണൽ ടൈം തരണം. ഒരു സെക്കൻഡ്. ദർശനം ഒന്നും കൂടി വരുമോ? ദർശനക്ക് ശരിക്കും അപ്പുക്കുട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? അണ്ണാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആ. അണ്ണന്റെ ജീവിതത്തിൽ അങ്ങനെ ആർക്കെങ്കിലും നമ്മളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? പിന്നെ എത്ര പേരോട്? ഏട്ടുകാരുണ്ട്. ഏട്ടുണ്ടല്ലേ അണ്ണാ? എനിക്കുണ്ടല്ലോ നമ്മുടെ ഏറ്റവും നല്ല ഒരു ഫ്രണ്ട് ആയിരിക്കും നമ്മുടെ നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാൻ പറ്റത്തുള്ളൂ. സത്യല്ലേ? അത് ശരിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സിറ്റിയിലോട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുക്കുട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവനോടൊരു ചെറിയൊരു ഇഷ്ടം തോന്നി. ഞാനത് അവനോട് പറഞ്ഞപ്പോൾ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് താല്പര്യമില്ലാത്തപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വിഷമൊക്കെ ഉണ്ടായി. എന്നാലും ഇപ്പൊ ഞാൻ ഓക്കെ ആയി വരും. ആണല്ലേ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അണ്ണന്റെ ക്രഷിന്റെ പേരെന്ത്? എത്രാമത്തെ? അല്ല ലാസ്റ്റ് ക്രഷ് ലൂസി. ലൂസി എവിടെ? അറിയില്ല. ലൂസിക്ക് തിരിച്ച് അണ്ണനെ ഇഷ്ടായിരുന്നോ? അറിയില്ല. അതങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരൊന്നും നമ്മളെ തിരിച്ച് സ്നേഹിക്കണം. നമ്മൾ വാശിടിക്കാൻ പാടില്ല. നമുക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴാണേലും എവിടെന്നെങ്കിലൊക്കെ വരും. ശരിയാ. ഞാനിപ്പോ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞില്ല ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ? ആദ്യമായിട്ട് എന്നോട് ചോദിച്ചില്ലാരും. നമുക്കായിട്ടുള്ള ഒരാൾ എപ്പോഴാണേലും വരുമല്ലോ, നമ്മളെ തേടി വരും. ഇപ്പോഴും മനസ്സിൽ അപ്പുകൂട്ടനുണ്ടല്ലേ എവിടെയോ? ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി മറന്നിട്ടില്ലല്ലേ? നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അതെ അതെ സത്യം. ഒരു ഒറ്റയടിക്ക് നോ എന്ന് പറയാൻ എളുപ്പമാണല്ലോ, പക്ഷെ നമുക്കത് മനസ്സിൽ നിന്ന് കളയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതെ, ഞാൻ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്റെ മറക്കാരും മരുന്നുണ്ട്, തരട്ടെ? ആ ഒരു മിനിറ്റ്. അയ്യോ
അല്ല അത് ശരിയാണ്. എടാടാ പെട്രോൾ എടുത്തടാ. ഓമേന്ന് എനിക്കുമ്പത്തേക്ക് എല്ലാം മറക്കും. ഇല്ല ഇല്ല ഇനിയുണ്ട് കഴിഞ്ഞില്ല. പെട്രോൾ എടുത്തടാ. ഓക്കേ, അവിടെ വായി വെക്കാം. ഒരു കത്തൂലേ ഇനി ചിന്നിച്ചു വീണ്ടും എണ്ണിച്ചേ. എടാ എനിക്ക് ലവ് ഒന്നും സെറ്റ് ആവില്ലടാ. അങ്ങനെ പറയാൻ അണ്ണനുള്ള ഒരാൾ എവിടെയോ ഉണ്ട്. ഇത് വരാൻ ഇത്തിരി സമയം. എടാ പുതിയ കുറെ കൊച്ചുങ്ങൾ വന്നിട്ടുണ്ട്, ബുക്ക് ആയിട്ടില്ല. പേരാണ് ബുക്ക് ആയിട്ടില്ല, ബസ് ട്രെയിൻ വല്ലോ ആരും അങ്ങനെ ആരും എടുത്തിട്ടില്ല. കുട്ടിയുടെ ഡാഡി പൊക്കി പൊക്കി വിട്ടു കൊടുക്കുക. ഡാഡിക്ക് പവറൊക്കെ ഉണ്ട്. ഡാഡി അല്ലല്ലോ, അത് മമ്മി അല്ലേ? ആ മമ്മിയാണ്, പക്ഷെ മമ്മി ഒരു ഡാഡി ആണല്ലോ. അല്ല ഡാഡി ഒരു മമ്മിയാണ്. ഇവിടെ കുറച്ചും കൂടെ മാറ്റി ഇവിടെയല്ലേ അവളാ പറഞ്ഞത്, അവളങ്ങനെ അവളങ്ങനെ പറഞ്ഞത്. മമ്മി ഒരു ഡാഡിയാണ്, ഡാഡി ഒരു മമ്മിയാണ്. എടാ അവളുടെ ശരിക്കും ഡാഡി ഒരു മമ്മിയാ. അവളുടെ ശരിക്കുള്ള മത്തി ശിവൻ. അണ്ണാ റീസെറ്റ് എടാ reset ചെയ്യണം. അണ്ണാ റീസെറ്റ് full reset. അണ്ണാ യു കണ്ടിന്യൂ ഇടല്ലേ മാറുന്നോടെ. ഹലോ ബെല്ലാരി ഓൾഡോണാ. ഹലോ, ആ പറ ദർശന. എനിക്ക് എന്തോ പറ്റിയെന്നറിയത്തില്ല. ആണല്ലേ? അപ്പുക്കുട്ടനെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് ശരിക്കും നല്ല ചോദിക്കാം. അപ്പുകുട്ടൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല പറഞ്ഞു കുഴപ്പമില്ല. അല്ല അത് തുറന്നു പറഞ്ഞോ. ഓർമ്മേണ്ട ഒരു ഒറ്റ ബുദ്ധി മരുന്നുണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്തു പോടാ. പറയാത്തത് അതെന്താ? ഇന്ന് കാണുന്ന മറന്നുപോയി. അത് ഭീഷണിയുടെ പുറത്തുള്ള മറുപടിയാണ്. പരുന്തോസിനെ നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചേ? ഇന്ന് കാണുന്ന പെണ്ണിനെ പെട്ടെന്ന് കയറി പ്രപ്പോസ് ചെയ്തൊന്ന്. ഞാൻ മറന്നു. അതാ പറഞ്ഞേ, കാരണം ഓർക്കാൻ വഴിയില്ലല്ലോ. അതെ, നമ്മള് മറന്നുപോയി. അത്രയ്ക്ക് ഗതികേടൊന്നുമില്ല പരുന്തോസിന്, മനസ്സിലായ? സത്യം. പേരെന്ത്? ഞങ്ങളുടെ എന്റെ ഒക്കെ റോൾ മോഡൽ അണ്ണനായിരുന്നു. ഈ അടുത്ത എടാ അണ്ണൻ സിഗ്മയാണ്. അണ്ണൻ ഞാനിപ്പോഴും സ്റ്റിൽ സിംഗിൾ അല്ലേ? അതെ അണ്ണൻ ഇത് സിഗ്മയാണ്. കണ്ടോ ഏത് ഒരു പെങ്കൊച്ചോട് സിറ്റിയിൽ കഥ കേൾക്കാൻ പാടില്ല. കഥ പറയുമല്ലേ അണ്ണന്റെ അടുത്ത്. അതെ, ആണല്ലേ? അങ്ങനെ കുഴപ്പമില്ല. അല്ല നേരത്തെ പറഞ്ഞ വേണ്ട. സിഗ്മ അണ്ണൻ സിഗ്മ. അത് ഞാൻ നിന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ് ഗോകു. ക്ഷമിക്കണേ. അത് പൊതുസഭയില് അത് പറയാൻ പാടില്ലേ? ഒരിക്കലും ആ കോച്ച് സാറല്ലേ വരുന്നത് അണ്ണാ. ഒരു സെറ്റ് ഇന്ന് കിട്ടിയ അടി പോരാന്ന്. എന്താ അങ്ങനെ കോച്ച് യെസ് പറഞ്ഞോ കോച്ച്? ഇല്ലടാ ഒന്നും പറഞ്ഞിട്ടില്ലടാ. നമസ്കാരം വാസവണ്ണ. അയ്യോ നമസ്തേ. വാസവണ്ണന് സുഖമാണോ? നോ വേ, സുഖേ അല്ല. ഞാൻ വാസവണ്ണന് വേണ്ടി ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 വഴി പാടട്ടെ വാസവണ്ണന് മാത്രമായിട്ട്? ഓ പഠിക്കും കേൾക്കണം. എന്താ കേൾക്കാൻ? 1 2 3 പറയണേ വാസവണ്ണ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. അണ്ണാവേ വണങ്ങാതെ ഉയിരില്ലേ, അണ്ണാവേ വണങ്ങാതെ ഉണർവില്ലേ, തോളിൽ നിന്ന് മണ്ണിൽ വന്ന പെറ്റ തായ് പെറ്റ തന്തേ ഒന്ന് അണ്ണാ, അണ്ണാവേ വണങ്ങാതെ ഉയിരില്ലേ, അണ്ണാവേ വണങ്ങാതെ ഉണർവില്ലേ. ഉണർന്ന് കണ്ടപ്പോ തന്നെ ഉണർന്ന്. അല്ല ഞാൻ പറഞ്ഞത് സൂപ്പർ, നല്ല രസമുണ്ട്. എറിയുന്നണ്ണാ എന്തിരുത്? അത് ഐസാണ്, പകരം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച വേറൊരു സാധനമാണ്. അത് ഐസായത് നിന്റെ ഭാഗ്യം കൂട്ടിയാ മതി. അതെ അനുഗ്രഹിക്കണോ? ഓ ഉറപ്പായിട്ടും നന്നായി വരട്ടെ. ഒടിഞ്ഞു പോട്ടെന്നില്ലേ? അല്ലല്ല നന്നായി വരട്ടെ. കോച്ച് എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. ഇന്നാണ് എനിക്കത് മനസ്സിലായത്.